PM-ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയാത്തത് ഉപകാര സ്മരണ കൊണ്ടാവാം. കേരളം കായ്വൽക്കരിക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തിനാണ് വിജയേട്ടൻ ഇത്ര വലിയ കള്ളം പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ആ കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. PM-ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ ഒപ്പിടുന്നത് 2025 ഒക്ടോബർ 23 കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് 2022 സെപ്റ്റംബർ 7 14,500 സ്കൂളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ സമഗ്ര വികസനം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങി നിൽക്കുന്നത്. ഇതിൽ 13,092 സ്കൂളുകൾ ഓൾറെഡി ഇതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളാണ്. എന്നാൽ ഈ ഒരു പദ്ധതിയിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കാൻ ഞങ്ങൾ ഒരു കരാറിൽ ഒപ്പിടാൻ ഇല്ല എന്ന് പറയുന്ന തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റ് 6 സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ചങ്കുറ്റം പിണറായി വിജയന് കാണിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അന്ന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, അവരുടെ തന്നെ മറ്റു പാർട്ടിയായ CPI-യോട് യാതൊരുവിധ അന്വേഷണവും നടത്താതെ പോയി ഒപ്പിടുകയും ചെയ്തു. അതിന് വലിയ രീതിയിൽ അവർ പിണറായി വിജയന് നേരെ ആക്രമണങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുകയും ചെയ്തു. എന്താണ് PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിയാലുള്ള ദോഷങ്ങൾ, എന്താണ് PM-ശ്രീ നടപ്പിലാക്കിയുള്ള ഗുണങ്ങൾ എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് വളരെ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരാതെ ഇതിനൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്. PM-ശ്രീ പദ്ധതി എന്തുകൊണ്ടാണ് ജനങ്ങൾ പേടിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുതിയ ഈ ഒരു സമകാലികമായിട്ടുള്ള നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ AI ടൂൾസും ChatGPT ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ള മറ്റു ഈ മതപണ്ഡിതന്മാരും അതുപോലെ തന്നെ ഈ സംഘപരിവാർ ചിന്തകരൊക്കെ പറയും, ഹനുമാൻ സീതയെ കാണാൻ പോകുമ്പോൾ കയ്യിലൊരു മലയുണ്ടായിരുന്നു, ആ മലയിൽ ഒരു ഭാഗത്ത് ഈ പറയുന്ന AI ടൂൾസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ടായും. തീർച്ചയായിട്ടും അത് ഉണ്ടാവേണ്ടതാണ്. കാരണം അത്തരത്തിലാണ് ഇവരുടെ കാഴ്ചപ്പാടുകളും പഠനങ്ങളും ഒക്കെ. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം കൂടുതൽ പേര് ഇതിനെ എതിർക്കുന്നത്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് നല്ല വശങ്ങളുണ്ട്. PM-ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ ഏതൊക്കെ സ്കൂളുകളിലാണ് അത് നടപ്പാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് നമ്മുടെ കേരളത്തിന് കൊടുക്കാവുന്നതാണ്. മാത്രവുമല്ല, അവിടെ എന്തു പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും കേന്ദ്രത്തിന് അല്ല ഉത്തരവാദിത്വം, കേരളത്തിനാണ് ഉത്തരവാദിത്വം എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് പിണറായി വിജയൻ ഒപ്പിട്ട ആ സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി പറഞ്ഞത് ഇത് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്, അവരുടെ ഭാവി സുരക്ഷിതമാവും എന്നൊക്കെയാണ്. പിന്നീട് ഇപ്പോൾ അധികാരം പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റിപ്പറച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായി ചിന്തിച്ചാൽ ഈ ഒരു പദ്ധതി കേരളത്തിന് ഗുണം ചെയ്യുക എന്ന് മാത്രമാണുള്ളത്. പിണറായി വിജയനും ശിവൻകുട്ടിയും പറയുന്ന ഒരു കാര്യം, മുടങ്ങിക്കെടുക്കുന്ന ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അന്ന് ഒപ്പിട്ടത് എന്നതാണ്. അങ്ങനെ ആ ഫണ്ട് കിട്ടിയോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ 5 വർഷത്തിന് 27,000 കോടി രൂപയാണ് കേന്ദ്രം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. ഇതിലെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് ഈ ഒരു കാര്യം നിറവേറ്റാൻ വേണ്ടി വഹിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും അത്തരത്തിലുള്ള ഫണ്ട് കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് ആവുകയും ഒക്കെ ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് തന്നെയായിരിക്കും പിണറായി വിജയനും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഇവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയോട് ചോദിച്ചില്ല എന്നൊരു കാരണം, മറ്റു വ്യക്തികളോടൊന്നും തന്നെ ഈ ഒരു കാര്യമായി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുകയോ ഒന്നും ചെയ്യാതെ ഒപ്പിട്ടതാണ് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആയി ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരോടൊക്കെ ചർച്ച നടത്തിയിട്ടാണ് ഇത് ഇട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്വാഗതാർഹമായ ഒരു പദ്ധതിയായി കേരളം ചിലപ്പോൾ അംഗീകരിക്കുമായിരുന്നു. കാരണം ഇതിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിലവിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ കുബുദ്ധി കിടന്ന് കളിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒപ്പിട്ടു, അതാണ് സത്യം എന്നതാണ്. എന്നാൽ ഈ സർക്കാർ നിലവിൽ വന്നിട്ട് 100 ദിവസം പോലും ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കെടുക്കുന്നു, ഒരുപാട് കടങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഈ സർക്കാരിന് പണം തീർച്ചയായിട്ടും അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതി എന്തിനാണ് വെറുതെ വേണ്ട എന്ന് വെക്കേണ്ട കാര്യം? അപ്പോൾ ഈ സർക്കാരിന് പൈസ വേണ്ട, ഞങ്ങൾ ഭരിക്കുമ്പോൾ പൈസ വേണം
ഈ സർക്കാർ പിന്നെ എവിടുന്നാണ്, കേന്ദ്രത്തിൽ നിന്നല്ലാതെ പിന്നെ എവിടുന്നാണ് ഇത്തരത്തിലുള്ള പൈസ ഫണ്ട് ഒക്കെ റേസ് ചെയ്യാൻ പറ്റുന്നത്? അതായത് കേന്ദ്രം കൊടുക്കുന്ന പൈസയാണ് മനഃപൂർവ്വം നമ്മൾ വേണ്ട എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ആവശ്യം? ആ പൈസ നമ്മൾ വാങ്ങി നമ്മുടെ സ്കൂളുകൾക്ക് സമഗ്രമായിട്ടുള്ള ഒരു വികസനം ഉണ്ടാവുന്നത് നല്ല കാര്യമല്ലേ? മാത്രമല്ല കുട്ടികൾ എന്ത് പഠിക്കണമെന്നും നമുക്ക് തീരുമാനിക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ PM ശ്രീയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു സംഭവം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് പിണറായി വിജയൻ പറയുന്നത് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യത്തിന്റെ പുറത്താവണം. ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം MP അബ്ദുൾ വഹാബ് ലോകസഭയിൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചത്. അതിന് മറുപടിയായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറാം, പക്ഷെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും സംസ്ഥാനത്തിന് കിട്ടില്ല എന്നാണ്. മാത്രമല്ല ഇതുവരെ PM ശ്രീ പദ്ധതിയുടെ യാതൊരു വിവരങ്ങളും കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ ഒരു സംഭവം കേരളം നൽകാതിരുന്നാൽ അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഭാവിയിൽ വരുന്ന വിദ്യാഭ്യാസ കാര്യങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ കേന്ദ്രം കേരളത്തെ ശ്രദ്ധിക്കാതെ പോകും, ഫണ്ട് നൽകാതെ വരും. ഇതൊക്കെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും, സ്കൂളുകളെ ബാധിക്കും, അധ്യാപകരെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ സംശയമില്ല. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള കാര്യം, നമുക്ക് അർഹതപ്പെട്ട കാര്യം കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുക, കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക, അവരുടെ നല്ല വിദ്യാഭ്യാസം നൽകാൻ നമ്മൾ വഴി വെട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. നമ്മൾ ഓരോ മുതിർന്ന ആളുകൾക്കുമുണ്ട്. യുവതലമുറയെ നല്ല രീതിയിൽ നയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടും PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാവട്ടെ എന്നാണ് പറയാനുള്ളത്. വളരെ നിഷ്പക്ഷമായിട്ട് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്ത് മാത്രമാണ് പറയുന്നത്. ഇതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയവുമില്ല. നമ്മളൊക്കെ വളർന്നു വന്നതിൻ്റെ പിന്നിലും നമ്മളൊക്കെ പഠിച്ചതിൻ്റെ പിന്നിലും ഒക്കെ തന്നെ വലിയൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകത്തിലും രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ പഠിച്ച രാഷ്ട്രീയമല്ല എന്നുള്ളതും വലിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സമകാലികമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്നാണ് പറയാനുള്ളത്. അത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഓരോ കുട്ടിയും വ്യത്യസ്തരാകുന്നത്. അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ ഭാവി എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും തന്നെ ഒരു വിദ്യാർത്ഥി ഏത് രീതിയിലാവുമെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ ജീവിതം മനോഹരമായി തീർക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുമാണ്. അതിനുള്ളൊരു സാഹചര്യം മാത്രമാണ് വിദ്യാഭ്യാസം, അക്ഷരാഭ്യാസം മാത്രമല്ല വിദ്യാഭ്യാസം എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തു പഠിച്ചാലും ഏതു പഠിച്ചാലും ഏതൊക്കെ സംഭവങ്ങൾ പഠിച്ചാലും ഒരു വ്യക്തി അവൻ്റെ അഭിരുചിക്കനുസരിച്ച് ഭാവി ചിട്ടപ്പെടുത്തുന്നത് പോലെയാണ് ഓരോ വ്യക്തിയുടെയും ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു കൂട്ടം ജനങ്ങളുടെ നല്ല രീതിയിലുള്ള സൗകര്യത്തിന്, നല്ല രീതിയിലുള്ള അവരുടെ ക്ലാസ് മുറികൾക്ക്, അവരുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് വിഘ്നം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു വളരെ യുക്തിപരമായിട്ടുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെ UDF സർക്കാർ അത് മനസ്സിലാക്കി PM ശ്രീ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളതാണ്. അതിന് കാരണമായത് കാരണഭൂതം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒപ്പിട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് UDF സർക്കാരിൻ്റെ തലയിൽ ഈ ഇത്രയും വലിയൊരു ഭാരം വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും UDF സർക്കാർ ചെയ്തു വെച്ച കാര്യമല്ല എന്നുള്ളത് നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കണം. പിന്മാറാൻ പറ്റുമോ എന്നുള്ള MP-യുടെ ചോദ്യത്തിന് വിദ്യാഭ്യാസ സഹമന്ത്രിയുടെ മറുപടിയും നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് മാത്രം പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.